ഹായ്. ഈ വിഷുക്കണി സെറ്റാക്കണ്ടേ? നമ്മൾ സാധാരണ വീടിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തല്ലേ വിഷുക്കണി വെക്കാതാ. ഇവിടെ മൊത്തം ചാരുണ്ട്, സൈക്കിളുണ്ട്, ബാക്കി ഇതുണ്ട്, പടക്കം പൊട്ടിച്ചതിന് ബാക്കിയുണ്ട്, കമ്പിത്തിരി അതൊക്കെ ഉണ്ട്. കൃഷ്ണ ഞാൻ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ പൈപ്പിൻ്റെ അതുണ്ട്, മൊത്തത്തിൽ അലമ്പാണ്. അപ്പം ഇതൊക്കെ എടുത്തു മാറ്റാം അല്ലേ നമുക്ക്. ഇതൊക്കെ നോക്കി, കുത്തി വരഞ്ഞിടാത്ത ചാരുവിൻ്റെ ചിത്രപ്പണികളില്ലാത്ത ഒരു ചുമര് പോലും ഈ വീട്ടിൽ കാണാൻ പറ്റില്ല. കലാകാരീനെ പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് കേട്ടോ. ഇനി ഡ്രസ്സൊക്കെ സെറ്റായി. നമ്മളെ കണ്ണൻ ഏകദേശം പിന്നെ മേലെ മാത്രം വെക്കുമ്പോൾ ഒരു ഗുമ്മുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ. ഈ കണ്ണനുണ്ടല്ലോ, ഇത് നമ്മളടുത്ത് ഒരുപാട് കുറേ വർഷം മുന്നേ ഉള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ നാളായിട്ട് വിഷുക്കണി വെക്കുന്നത് ഈ കണ്ണന. അതിലിടക്കാകെ ഇതല്ലാതായത്, ഈ കണ്ണനെ അല്ലാതെ വെച്ചിട്ട് വിഷുക്കണി വെച്ചത് കുറേ നാൾ ജോലിയൊക്കെ ആയിട്ട് എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ ഇതും കൊണ്ട് പോയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു കുഞ്ഞിഷ്ണനെ വാങ്ങിച്ചു. ചെറിയൊരു എന്താ പറയുക, സൈസും കുഞ്ഞാണ്, പക്ഷെ എങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ആ ഒരു ഇതിപ്പോൾ കുറച്ചുകൂടി പ്രായമില്ലേ, മറ്റേ ഒരു എന്താ പറയുക, ബേബി കണ്ണൻ, ഒരു കുഞ്ഞിഷ്ണനെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ അത് കുഞ്ഞിഷ്ണ വെച്ചിട്ട് കുറച്ച് വർഷം, പിന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഇത് തന്നെ, ഈ കണ്ണൻ തന്നെ. അവിടെ എന്തോ ഇതിനോടൊരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രത്യേക അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ നമുക്ക്, അതാണ്. ഇത് നോക്കിയേ, അവിടെ ആകെ ആ സിമെന്റിന്റെ കലയും ചാരുവിന്റെ ഡ്രോയിങ്സും എല്ലാം കൂടി ആകെ അലമ്പല്ലായിരുന്നോ. അത് മാറ്റി ഞാനിവിടെ ചെറുതായിട്ട് ഈ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ കൊട്ടിച്ചതാ, അതുകൊണ്ട് അത്യാവശ്യം അവിടെ ഇവിടെയായിട്ട് സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. ഒന്നും റെഡി ആയിട്ടില്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു മെനയില്ലേ, വൃത്തിയില്ലേ കാണാനായിട്ട്. ഇതാദ്യം നമ്മളിപ്പോൾ മുണ്ട് വെച്ചു, മുണ്ടിൻ്റെ മേലെ കോയിൻ വെച്ചു. ഈ മുണ്ടിൻ്റെ മേലെയാണ് സാധാരണ എപ്പോഴും കോയിൻ വെക്കാറുള്ളത്. വെള്ളരി, ഈ വെള്ളരി എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി നമ്മൾ വിഷുക്കണിയിൽ ഓരോരോ ഫ്രൂട്ട്സ്, ഓരോരോ സംഭവങ്ങൾക്ക് ശരിക്കും ഓരോരോ എന്താ പറയുക, അത് ആ രീതിക്ക്, അതായത് ദൈവികമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഓരോരോ ഫ്രൂട്ട്സ് ഓരോരോ കാര്യങ്ങൾക്ക് അതിന് ഓരോരോ ദേവന്മാരെ എന്താ പറയുക പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഓരോരോ കാര്യങ്ങളും. ഇത് നോക്കിയ ഈ ഇതുള്ള മാങ്ങ, ഇങ്ങനെ ഈ സംഭവമുള്ള മാങ്ങ കിട്ടാൻ ഞാൻ എത്ര തപ്പിന്നറിയാവോ. ഇപ്പം നമ്മളെ നവധാന്യങ്ങൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ഇതുപോലെ പാത്രങ്ങൾ ഉണ്ടാവില്ലേ, അതിൽ ഈ നമ്മുടെ മരുന്നിൻ്റെ മൂടിയൊക്കെ ഇല്ലേ, ചാരുവിൻ്റെയൊക്കെ മരുന്നിൻ്റെ മൂടി, അതിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ഡപ്പയുടെ മൂടി, ഇതിലൊക്കെയാണ് എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുക. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ തപ്പി നോക്കുമ്പോഴത്തേക്കിനും അങ്ങനത്തെ ഇതൊന്നും കിട്ടുന്നില്ല. അല്ലെ മരുന്നൊക്കെ ഇത്രയും നാൾ ഇവള് ഹോസ്പിറ്റലൊക്കെ തന്നെയല്ലായിരുന്നു, പക്ഷെ മരുന്നിൻ്റെ മൂടിയില്ല. പിന്നെ ഒരേപോലത്തെ ഡപ്പയൊക്കെ ഓരോരോ സൈസിലുള്ളത്, ഓരോരോ കളറിലുള്ളതൊക്കെയാണ് ഉള്ളത്. ഒരു തവണ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു റെഡ് കളറിലുള്ള ഒരുപാട് ഡപ്പയുടെ മൂടി ഒരുമിച്ചിട്ട് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഒരു തവണ. ഇന്നിപ്പോൾ ഞങ്ങൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ. അപ്പോൾ ഇപ്പോൾ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട്. മഞ്ചാടി ഇതേ നോക്കി, ഇതുണ്ടോ മഞ്ചാടി, ഇതൊക്കെ ചാരുണ്ട് മഞ്ചാടിയാണ്. ചാരുണ്ട് മഞ്ചാടി എന്ന് വെച്ചാൽ നമുക്കിവിടെ വീട്ടിൽ മഞ്ചാടി വരെ ഉണ്ട്. അപ്പം ഒരുപാടുണ്ടാവുന്ന മഞ്ചാടി ഒരുപാടുണ്ടാവും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇടയ്ക്ക് ഇതെടുത്തിട്ട് നനച്ചിട്ട് വെക്കും. നനച്ചിട്ടിട്ട് അവളെ പാട്ടിട്ട് പോകും. പിന്നെ അത് അവിടെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. ഇവർ ബാക്കിയുള്ള ടോയ്സ് ഒക്കെ പെറുക്കി വെക്കുന്ന കൂട്ടത്തിൽ അത് നോക്കൂല. അങ്ങനെ ഇത് മുളച്ച് ആകെ നശിച്ച് കറുത്ത് നാശക്കോലാവും. അപ്പം നമുക്ക് ആത്തച്ചക്ക ഇതൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഇതിന് ആത്തച്ചക്ക, എന്താ അമ്മ പറയാ ഇതിനെന്തിനാ അമ്മ പറയാ, ബിലാത്തിച്ചക്ക അല്ലേ അമ്മ? നമ്മളിവിടെ ബിലാത്തിച്ചക്ക എന്നാ പറയാ ഈ സംഭവത്തിന്, ബിലാത്തിച്ചക്ക. മറ്റേ നമ്മളെ സാധാരണ ചക്കേൻ്റെ എന്താ പറയാ, ചെറിയ ചക്ക വെക്കുക. പക്ഷെങ്കിൽ ഇടിച്ചക്ക എന്ന് പറയാം, അത് നമ്മളിവിടെ ഇടിച്ചക്ക എന്നാ പറയാ, അതാണ് വെക്കുക. പക്ഷെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല, വേറെ അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. ബുക്കൊക്കെ ഈ രാമായണം ടൈപ്പ് സംഭവങ്ങളൊക്കെ
ചിലരൊക്കെ നമ്മൾ ഇതിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തിട്ട് ഭയങ്കര സംഭവമായിരിക്കും അല്ലേ. അതിൽ ഈ പറയുന്ന മഹാഭാരതം രാമായണം ടൈപ്പ് സംഭവങ്ങൾ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വെക്കാറില്ല. നോർമലി ഇതുപോലെ ഇനിയിപ്പം കൊന്നപ്പൂ എടുത്തിട്ട് വെക്കുക, സാധാരണ എപ്പോഴും വെക്കുക. ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഉറങ്ങാൻ പോയി, ഇനിയിപ്പോൾ രാവിലെ അമ്മ വന്ന് വിളക്ക് കത്തിച്ച് കോത്തിരി വെക്കും. അപ്പോൾ ഈ കോത്തിരി വെക്കുമ്പോൾ എങ്ങനെയാണ് വെക്കുമെന്ന് വെച്ചാൽ, കോത്തിരി ഇതിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ ഈ പച്ചക്കറിയുടെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉള്ളിൽ കോത്തിരി ഫിക്സ് ചെയ്യും. ഇത് ഫിക്സ് ചെയ്തിട്ട്, കോത്തിരി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായില്ലേ, അതായത് ഒരു കോലിൻ്റെ, നമ്മളെ എന്തിൻ്റെങ്കിലും ഒരു കോലിൻ്റെ മേലെ ഈ നമ്മളെ അമ്പലത്തിലൊക്കെ ഇങ്ങനെ അങ്ങനെ ആകില്ലേ, ഇപ്പോൾ കോലിൻ്റെ മേലെ ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ ഓയിലാക്കിയിട്ട് അതിങ്ങനെ കത്തിക്കുന്ന നല്ല ഇതിൽ, എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ, അതിനൊരു വെളിച്ചം എന്നല്ല, പണ്ട് നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ, കറണ്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ ഒരു ഇതിലായിരിക്കും പണ്ടത്തെ ആൾക്കാർ ഈ കോത്തിരി കത്തിച്ചിട്ടുണ്ടാവുക. ഈ നിലവിളക്കിന്റെ വിളക്ക് മാത്രമാകുമ്പോൾ കണി കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സെൻസിലായിരിക്കും പണ്ട് കോത്തിരി കത്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഈ കോത്തിരി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. അതിൻ്റെ ഒരു വെളിച്ചം. എന്നിട്ട് അത് ഈ കണ്ണാടി വെക്കില്ലേ നമ്മള്, കണ്ണാടി വെക്കുമ്പോൾ ഈ കണ്ണാടിയിൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരും. അതായത് ഈ കോത്തിരിയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, കോത്തിരിയുടെ ആ ഒരു വെളിച്ചം ഇത് കണ്ണാടിയിൽ തട്ടിയിട്ട് അത് കണ്ണാടിയിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുമ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു മൊത്തത്തിൽ ഭയങ്കര വെളിച്ചം. നമ്മൾ നോർമലി ഉള്ള വെളിച്ചത്തിൻ്റെ ഇരട്ടി വെളിച്ചമായിരിക്കും. ഭയങ്കര രസമാണത്. രസം എന്നല്ല, എന്താ പറയാ, ആ ഒരു ഫീലിങ്സ് ഇല്ലേ നമുക്ക്, ഭയങ്കര മറ്റേ സാധനം പോസിറ്റീവ്. എന്തായാലും കുഴപ്പമില്ല അല്ലേ, വാൾപേപ്പർ ഒട്ടിച്ച സംഭവം ഇതായിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ആ ഒട്ടിച്ചതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിനിപ്പം പിന്നെ കണ്ട് എടുത്തിട്ട് അടുത്ത ദിവസം കണ്ട് കുത്തേണ്ടി വരും. അമ്മ എന്നിട്ട് എന്നോട് ഇത് കണ്ടിട്ട് ചോദിക്കാം, എന്നാൽ പിന്നെ എനിക്കിത് കുറച്ച് നേരത്തെ ചെയ്തുകൂടായിരുന്നു. അപ്പോൾ ഓക്കെ, രാവിലെ ആവട്ടെ, ബാക്കിയൊക്കെ അമ്മ ചെയ്യും. ഇതാണ് നമ്മുടെ വിഷുക്കണി. ഇതാണ് നമ്മുടെ വിഷുക്കണി. അതായത് കണ്ണനുണ്ട്, കണ്ണൻ്റെ മുന്നിൽ കോത്തിരി ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കോത്തിരിയുടെ റിഫ്ലക്ഷൻ കണ്ണാടിയിലുണ്ടാവും. പിന്നെ എല്ലാം കാണുന്നില്ലേ. കോത്തിരിയൊക്കെ ഏകദേശം കത്തിയിട്ട് ഇതാ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇന്നലെ ഉള്ളതിന്ന് നമ്മൾ മാറ്റം ഉള്ളത്, തേങ്ങയിൽ കോത്തിരി വെച്ചിട്ടുണ്ട്, പിന്നെ നിലവിളക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഗോൾഡ് വെച്ചിട്ടുണ്ട്. ഗോൾഡൊന്നും ഇന്നലെ വെക്കാത്തതാണ്. പിന്നെ കൊന്നപ്പൂവും വെച്ചിട്ടുണ്ട്. കൊന്നപ്പൂ സാധാരണ ഒരുപാട് കൊന്നപ്പൂ ഉണ്ടെങ്കിൽ കൊന്നപ്പൂ കൃഷ്ണന്റെ മേലിതാ ഇവിടെ ഇങ്ങനെയാ വെക്കല്. കൊന്നപ്പൂ കൃഷ്ണന്റെ മേലെ ഇങ്ങനെ വെക്കല്. അമ്മ ഇത് വെക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കാണാഞ്ഞിട്ടാണോന്നറിയില്ല, പറ്റാഞ്ഞിട്ടാണോന്നറിയില്ല. അപ്പം ഇടയ്ക്ക് അങ്ങനെയാ വെക്കല്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.